രണ്ട് മക്കളുടെ അച്ഛൻ. നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് പോലും ആ വാക്കിന് ഞാനൊരു കുറവ് കാണിച്ചിട്ടില്ല. പക്ഷെ ഇവനെ പോലെ ഒരുത്തൻ സ്വന്തം മകളെ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇത്രയും വൃത്തികെട്ടൊരു തന്ത ഈ ലോകത്തുണ്ടാവില്ല. ഇനിയൊട്ടും ഉണ്ടാവാനും പോകുന്നില്ല. പോയി ചത്തൂടേതെനിക്ക്. സാരംഗ് ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും, ഇത്രയും ഭംഗിയായിട്ടൊരു കാര്യം ചെയ്തിട്ട് എവിടെയാ പിഴച്ചു പോയതെന്ന്. തനിക്ക് പിഴച്ചത് എവിടെയാണെന്നറിയാമോ? മൈഥിലിയെ പേടിപ്പിക്കാൻ വേണ്ടി താനൊരു പുതിയ അവതാരത്തിനെ ഇറക്കിയില്ലേ, കള്ളൻ ശിവ. അവിടെ തനിക്ക് പിഴച്ചു. ഇത്രയും വലിയൊരു കേസില് രാഹുലിന്റെ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെന്ന് പറയുന്ന ഒരുത്തിനെ ഞങ്ങൾ ഫോളോ ചെയ്യില്ലെന്ന് താൻ കരുതിയോ? കണ്ടെത്തില്ലെന്ന് താൻ കരുതിയോ? മൈഥിലിയെ ഭീഷണിപ്പെടുത്തി ഇറങ്ങിയ നിമിഷം മുതൽ ഞാൻ അവന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ശിവയെന്നല്ലേ പേര്? അതെ. ആരാ? താൻ എന്തു പണിയാടോ കാണിച്ചത്? ഡോക്ടർ മൈഥിലിയുടെ മുമ്പിൽ എന്ത് സംസാരിക്കാനാ സാരംഗ് നിന്നെ അയച്ചത്? എന്നിട്ടെല്ലാം കൂടി കുളമാക്കിയല്ലേ? എനിക്ക് തന്നെ മനസ്സിലായില്ല. എടോ, ഞാൻ സാരംഗിന്റെ കൂട്ടുകാരനാ, അല്ലാതെ തന്നെ എനിക്കെങ്ങനെ മനസ്സിലാവും? തന്നോട് സാരംഗ് പറഞ്ഞതല്ലേ രാഹുലിന്റെ മൊബൈൽ തന്റെ കയ്യിൽ വേണം, അത് അവരെ കാണിക്കണമെന്ന്. എന്നിട്ട് താനത് കാണിച്ചോ? അത് നിങ്ങൾ പോയേ, ഞാൻ പറയാനോട് സാരംഗ് സാറിനോട് പറഞ്ഞോളാം. എടോ, ഇതേ കാര്യത്തിന്റെ പിന്നിൽ നടക്കാൻ സാരംഗ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നെയാ. അല്ലാന്ന് എനിക്കറിയാം. നിങ്ങൾ പോലീസാണോ? എന്താ ശിവ, ഞാൻ പോലീസായിരുന്നെങ്കിലേ ഈ നിമിഷം ഞാൻ ശിവയെ പൊക്കില്ലായിരുന്നോ? നിങ്ങൾ സാരംഗ് സാറിനൊന്ന് വിളിച്ചേ. നിങ്ങളറിയാവുന്ന സാരംഗ് സാറിനോട് പറയട്ടെ. ശിവ ഇപ്പൊ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ നമുക്കൊന്നിച്ച് ഇപ്പൊ ഒരു സ്ഥലത്ത് പോവാം. അതല്ലെങ്കിൽ ശിവയെ ഞാൻ കൊണ്ടുപോകും. ശിവയെ നേരിട്ട് കാണണമെന്നുണ്ടോ സാരംഗിന്? ഉണ്ടെങ്കിൽ ഞാനിപ്പോ ശിവയെ വിളിപ്പിക്കാം. എന്താ സാരംഗ്? എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. യാമി മോൾക്ക് നീ മെസ്സേജ് അയക്കാൻ തുടങ്ങിയത് സ്വന്തം ഇഷ്ടത്തിനാണോ, അതോ സാരംഗ് നിന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണോ? ഞാൻ പറഞ്ഞിട്ടില്ല. മിണ്ടരുത്, പറടാ. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് അയച്ചതാ. യാമി മോൾക്ക് മെസ്സേജ് അയക്കാറുണ്ടെന്ന് നീ ഈ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. യാമി മോളും ആവണിയാണ് നിന്നെ ഉപദ്രവിച്ചതെന്ന് നീ സാരംഗിനോട് പറഞ്ഞിരുന്നോ? പറഞ്ഞു. മഹി, ഇത്രയും ഉപകാരം എനിക്ക് ചെയ്തു തന്ന സ്ഥിതിക്ക് എനിക്ക് ഒരു കാര്യം കൂടെ ആവശ്യപ്പെടാലോ? തീർച്ചയായിട്ടും. മൈഥിലി പറ. കുറച്ച് പത്രക്കാരെ വിളിക്കണം, കിട്ടുന്ന മീഡിയം മുഴുവനും. എന്നിട്ട് ഏറ്റവും മികച്ച അച്ഛനുള്ള കിരീടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ മനുഷ്യന്റെ തലയിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ കാണുന്ന ലോകം ഇയാളെ. അത് ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ഇങ്ങനെ ഒരു വാർത്തയൊക്കെ കിട്ടിയാലേ അവർക്ക് കോളല്ലേ. വേണ്ട, മീഡിയാസിനൊന്നും വിളിക്കണ്ട. എന്തു പറ്റി? ഓ, സൊസൈറ്റിയിൽ ഇമേജ് മോശമാവുന്നുള്ള പേടിയാണോ സാരംഗിന്? നിങ്ങൾക്ക് എന്ത് ഇമേജാ ഉള്ളത്? ഈ ലോകത്ത് ഏതെങ്കിലും ഒരാളോട് ആത്മാർത്ഥത കാണിച്ച കണക്ക് നിങ്ങൾക്ക് പറയാനുണ്ടോ? കള്ളത്തരത്തിന്റെ ഒരു കൂടാരവും പണിത് ആരെയും പേടിക്കാതെ അതിൻ്റെ ഉള്ളിൽ രാജാവായി വാഴാന്ന് നിങ്ങൾ കരുതിയോ? അവിടെ നിങ്ങൾ തോറ്റു തുടങ്ങി. അവിടെ നിന്ന് തുടങ്ങി നിങ്ങളുടെ നാശം. പിന്നെ സാരംഗേ, കൊള്ളാവുന്നൊരു ഉപദേശം തനിക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മൈഥിലിയെ താൻ ഉപദ്രവിച്ച രീതി, അപവാദം പറഞ്ഞ രീതി, സ്വന്തം അനുജനെ പോലെ അവൾ സ്നേഹിച്ച ഒരുത്തിനെ ചേർത്ത് ആദ്യ അപവാദം പടച്ചുവിട്ടു. ഇതിപ്പോ സാരംഗിന് അറിയാവുന്ന പണിയായതുകൊണ്ട് നാളെ എന്നെയും മൈഥിലിയും ചേർത്ത് അപവാദങ്ങൾ പടച്ചുണ്ടാക്കാമെന്നൊക്കെ മനസ്സിൽ തോന്നിയേക്കാം. അങ്ങനെ തോന്നുന്നുണ്ടോ സാരംഗേ? ഇല്ല. അങ്ങനെ എങ്ങാനും തോന്നിയ സാരംഗ് പിന്നെ രണ്ടു കാലം നിവർന്ന് നടക്കില്ല. ആനന്ദി, അത് എനിക്ക് വിട്ടേക്ക്. അല്ലെങ്കിൽ തന്നെ ഞാൻ ചൊറിഞ്ഞു കയറിയിട്ട് നിൽക്കുക. ഒരവസരം കിട്ടി ഇവനെങ്ങാനും എന്റെ മുന്നിൽ വന്ന് പെട്ടാൽ നാവ് മാത്രം അനങ്ങുന്ന രീതിയിൽ ഞാൻ കിടത്തിക്കളയും.
അപ്പൊ സാരംഗേ, ഈ കളി നമുക്ക് ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഇപ്പോഴും ഞാൻ സാരംഗിനോട് പറയാണ്, മൈഥിലിക്കും മക്കൾക്കും എന്തെങ്കിലും രീതിയിലുള്ള ദ്രോഹം സാരംഗിന്റെ ഭാഗത്തൊന്നും ഉണ്ടായ മറുഭാഗത്ത് ഞാനുണ്ടാവും. അത് എന്റെ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ കൊടുക്കുന്ന മര്യാദയാ. എന്നാലേ ഞങ്ങൾ അങ്ങ് ഇറങ്ങിക്കോട്ടെ. മാമനും മരുമോനും കൂടി ഭാവി പരിപാടികളൊക്കെ അങ്ങ് തീരുമാനിക്കും. വാ മൈഥിലി. വരട്ടെ സാരംഗ്. എന്റെ മകളിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് അവളെ ഞാൻ കരകയറ്റി. അത് മാത്രം മതി, അത് മാത്രം. ഇതെന്താടോ ഇപ്പൊ തനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ചൈതന്യയുടെ കാര്യം തൽക്കാലം സ്നേഹം അറിയണ്ടെന്നല്ലേ നമ്മൾ തീരുമാനിച്ചിരുന്നത്. അതിനുവേണ്ടിയല്ലോടോ അരുൺ ഇത്രയും കഷ്ടപ്പെട്ടത്. എല്ലാം ശരിയാണ്, പക്ഷെ അരുണിന്റെ അവസ്ഥ എന്താണ് ഫാദർ? അരുൺ ആ വീട്ടിലുള്ളത് സത്യമാണ്, പക്ഷെ സ്നേഹ അത് കാര്യമാക്കുന്നേയില്ല. എല്ലാ കാര്യത്തിലും അവൾ അരുണിനെ ഒഴിവാക്കുക. എന്റെ കൺമുന്നിലാണ് ഇപ്പോഴിതൊക്കെ നടക്കുന്നത്. അതൊക്കെ സ്വാഭാവികം. ഒരു തെറ്റും ചെയ്യാതെ ഒരാൾ എന്തിനാ ശിക്ഷിക്കപ്പെടുന്നത്? എനിക്കത് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാ. ത്യാഗം നല്ലത് തന്നെ, അതിന്റെ കൂലി അവഗണനയാണല്ലോ. ഓ, തനിക്കെന്തായാലും കാര്യങ്ങൾ അറിയാലോ. അവനെ ആശ്വസിപ്പിക്കാൻ തനിക്കാവും, അത് മതിയടോ. ഇല്ല ഫാദർ, അധികം വൈകാതെ എനിക്കിത് സ്നേഹയോട് പറയേണ്ടി വരും. അങ്ങനെയാണ് തന്റെ തീരുമാനമെങ്കിൽ ചില ചോദ്യങ്ങൾ എനിക്ക് തന്നോട് ചോദിക്കാനുണ്ട്. ഒരുപക്ഷെ സ്നേഹ പിന്നീട് തന്നോട് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ. അതെന്താ ഫാദർ? സ്നേഹമോള് ചൈതന്യയുടെ കുഞ്ഞാണെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ അച്ഛനെക്കുറിച്ചൊരു ചോദ്യം വരും. ആ ചോദ്യത്തിന് ചൈതന്യ ഒരു ഉത്തരം പറയും. അത് യാഥാർത്ഥ്യം. പക്ഷേ ആ യാഥാർത്ഥ്യം സ്നേഹ വിശ്വസിക്കുമോ? ആ കുഞ്ഞിന്റെ അച്ഛൻ അരുണാണ് എന്നൊരാരോപണം സ്നേഹ പറഞ്ഞാലോ? ഫാദർ എന്താ ഈ പറയുന്നേ? എടോ രംഗനാഥ, ദേഷ്യം വന്ന പെണ്ണിന്റെ നാവും മലവെള്ളപ്പാച്ചിലും ഒരുപോലെ. എന്തൊക്കെയാ തകർക്കുന്നത് രണ്ടിനും നിശ്ചയമില്ല. ജയിക്കാൻ തീരുമാനിച്ചാൽ സ്നേഹ എന്തൊക്കെ പറയുന്നു വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാ താൻ. അങ്ങനെ ഒരു ചോദ്യം ഉയർന്നാൽ എന്തൊക്കെ സംഭവിക്കും? താൻ സ്നേഹയോട് ദേഷ്യപ്പെടും, നമ്മളെല്ലാവരും ദേഷ്യപ്പെടും. എടോ, സ്നേഹ ചൈതന്യ തിരക്കി പോകും, അവളുടെ ജീവിതം തന്നെ തകരാറിലാവും. ഇതൊക്കെ സംഭവിക്കില്ലേ? ഞാൻ അത്രയൊന്നും ചിന്തിച്ചില്ല ഫാദർ. ഈ കാര്യത്തിൽ ഒന്നും ചിന്തിക്കാതെ പറ്റില്ലടോ. ഞാനും കുറെ മനക്കണക്കൊക്കെ കൂട്ടിയും കിഴിച്ചും നോക്കിയതാ, ഉത്തരവൊന്നും കിട്ടിയില്ല. പിന്നെ ഇതെല്ലാം ആലോചിച്ചപ്പോ പേടിച്ചു പോയി. അതോടെ ഞാനെല്ലാം മടക്കി കിട്ടി. പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും ഫാദർ? തൽക്കാലം അങ്ങ് പോകുന്ന അവസ്ഥയിൽ അങ്ങ് പൊക്കോട്ടെന്ന് വെക്കണം. പിന്നെ സൗകര്യം പോലെ സ്നേഹയെ വിളിച്ച് ഞാനും സംസാരിക്കാം, അതുപോലെ. ഫാദർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ സത്യത്തിൽ ഞാനും പേടിച്ചു പോയി. ഇതൊക്കെ സംഭവിക്കാവുന്നത് തന്നെയാ. അങ്ങനെയൊക്കെ ഉണ്ടായാല് ചിന്തിക്കാനേ വയ്യ. വളരെ എളുപ്പത്തിൽ നമുക്കൊക്കെ തോന്നുന്ന ഒരു മാർഗമാണ് എല്ലാം സ്നേഹയോടങ്ങ് പറഞ്ഞാലോ. പക്ഷേ അതിൻ്റെ ഫലം മാരകമായിരിക്കും. ചിലപ്പോൾ കുറച്ചു കഴിയുമ്പോൾ എല്ലാം അങ്ങ് തണുത്തുറന്നും ശാന്തമാകാനും മതി. തൽക്കാലം അതിനു വേണ്ടി തമ്പുരാനോട് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. താൻ ധൈര്യമായിട്ടിരിക്കടോ. അനാമിക, മൈഥിലി കണ്ടില്ലല്ലോ. ഇവിടെ എത്താറായിന്നല്ലേ പറഞ്ഞത്? അതെ, വരേണ്ട സമയായി. ഇനിയിപ്പോ മോള് സമാധാനായിട്ട് വരട്ടെ. പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. ചത്തവൻ തിരിച്ചു വന്നല്ലോ. ഇനി യാമിമോൾക്കൊരു ധൈര്യമാവും. ഒറ്റയ്ക്ക് ചെന്നിരുന്നുള്ള കരച്ചിലങ്ങ് നിൽക്കുമല്ലോ. ശരിക്കും പറഞ്ഞ യാമി മോളെക്കാളും വിഷമിച്ചത് മൈഥിലിയാ. അത് സത്യോ. അമ്മ തന്നെ അവളോട് പറയണം, ഇനി മുന്നോട്ടുള്ള അവളുടെ രീതികളാ മൈഥിലിക്ക് ധൈര്യം കൊടുക്കേണ്ടതെന്ന്. യാമിയും പഠിച്ചിട്ടുണ്ടാവും. ഇനി നോക്കിക്കോ, അവളുടെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ല.
എന്തായി മോളെ? അവസാനം നമ്മൾ ജയിച്ചു അമ്മേ. പ്രാർത്ഥിച്ചു ഒന്നും വെറുതെ ആയില്ല. സാരംഗ് നിന്റെ മുമ്പിൽ എങ്ങനെയാ മോളെ നിന്നിരുന്നേ? നാണം കെട്ടവനായിട്ട് നിൽക്കാൻ നല്ല പരിചയമുണ്ടല്ലോ. അവന്റെ മുഖം അടച്ചൊന്നും കൊടുക്കായിരുന്നില്ലേ നിനക്ക്? എന്തിനാ അമ്മേ? എന്തെങ്കിലും മാറ്റം വരുന്നവരുടെ കാര്യത്തിലല്ലേ ഇതൊക്കെ ചിന്തിക്കേണ്ടതുള്ളൂ. മൈഥിലി, രാഹുലും സാരംഗും ഒന്നിച്ചുണ്ടായ നിലയ്ക്ക് ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. മിണ്ടാൻ സമ്മതിച്ചിട്ടില്ല ആനന്ദ്. പിന്നല്ലേ ഭീഷണി. എന്തായാലും കുറച്ചു കാലത്തേക്ക് ഇനി രണ്ടുപേരും ഒന്നിനെ ഇറങ്ങില്ല. സത്യത്തിൽ ആനന്ദ് ഇതിനിടയിൽ ഇല്ലായിരുന്നെങ്കിൽ ഇതോടെ സാരംഗ് എന്നേക്കുമായി മൈഥിലിയെ ജയിച്ചേനെ. അയാളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത് ആനന്ദിന്റെ ഇടപെടല. തീർച്ചയായിട്ടും. അല്ലാത്ത കാര്യം ചിന്തിക്കാനേ വയ്യ. സാരംഗ് എങ്ങോട്ടാ പോയത്? എന്തിനാ അതൊക്കെ അറിയുന്നത്? ഒന്ന് ചെന്ന് കാണാനാ. ഇനിയിപ്പോ സാരംഗിന്റെ മുഖം കാണാൻ നല്ല രസമായിരിക്കുമല്ലോ. ഇനി നീ അതും പറഞ്ഞ് ചെല്ലുമൊന്നും വേണ്ട. എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ, തൽക്കാലം പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. ഇനി കുറച്ചുനാള് അമ്മയും മക്കളും സമാധാനമായിട്ട് ജീവിക്കണം. അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എനിക്ക് അവരെ കുറിച്ച് പേടിയൊന്നുമില്ല അമ്മേ. യാമിമോള് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. പക്ഷെ അവള് നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മതി. സത്യത്തില് ഒരു പോലീസ് കേസിൽ വേണം ഇത് അവസാനിപ്പിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പൊ സാരംഗ് അകത്ത് കിടന്നേനെ. വേണ്ട രഞ്ജിത്ത്, അയാളുടെ ജീവിതം അയാൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ. അല്ലെങ്കിൽ തന്നെ അന്യരെ കുറിച്ച് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത്? നീ എന്തിനാണ് ഇപ്പൊ ഇരുന്ന് കരയുന്നത്? എല്ലാ കുഴപ്പങ്ങളും അവസാനിച്ചില്ലേ? ഇപ്പോഴാണോ കരയുന്നത്? അമ്മേ, എന്താടി? ഒരിക്കലൊരു തെറ്റ് ചെയ്തപ്പോ ഇനി അങ്ങനെ അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കരുതെന്ന് പ്രാർത്ഥിച്ചാ ഞാൻ നടന്നത്. പക്ഷെ ഞാൻ അറിയാതെ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിപ്പോയി. അമ്മ ക്ഷമിക്കമ്മേ. അമ്മയുടെ മോള് ഇനി ഒരു തെറ്റും ചെയ്യില്ല. ഒന്നും മിണ്ടാതിരുന്നടി പെണ്ണെ. വിളിക്കാവുന്ന ദൈവങ്ങളെ മുഴുവൻ വിളിച്ചിട്ടുണ്ട്. വഴിപാട് നേർന്നതിന് കണക്കൊന്നുമില്ല. അവസാനം ഇതിങ്ങനെ അവസാനിച്ചല്ലോ. അവനുണ്ടല്ലോ ആ ദ്രോഹി, മൈഥിലിയുടെ ഭർത്താവ്. എന്നെങ്കിലും ഒരു ദിവസം എന്റെ കൺമുന്നിൽ കാണും. നല്ലത് കൊടുക്കും ഞാൻ. അമ്മേ, ഈ പ്രശ്നം അവസാനിച്ചാലും പഠിപ്പ് മുടക്കി എന്നെ കൊണ്ടുപോകുമെന്ന് അമ്മ പറഞ്ഞില്ലേ? അത് ശരിക്കും പറഞ്ഞാണോ? എന്റെ പഠിപ്പ് നിർത്തുവോ? വല്ലാണ്ട് സങ്കടം വന്നപ്പോ അനാമിക നെഞ്ചത്തിരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. നീ പഠിപ്പൊന്നും നിർത്തണ്ട, പഠിച്ചോ. എനിക്ക് പഠിപ്പ് പൂർത്തിയാക്കണോ അമ്മേ? എന്നിട്ടൊരു ജോലി ഉണ്ടാക്കണം. അമ്മയുടെ കഷ്ടപ്പാടൊക്കെ എന്നെ കൊണ്ട് മാറണം. അമ്മയ്ക്ക് അതല്ലാതെ ഞാൻ വേറെന്താ ചെയ്തു തരേണ്ടേ? അമ്മയ്ക്കിനി അധികകാലമൊന്നും ഇല്ലടി. അമ്മ ഇങ്ങനെ ജീവിച്ച് ചുരുണ്ടുകൂടി അങ്ങനെ അങ്ങ് തീരും. പക്ഷേ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാവോ? കണ്ണടയ്ക്കുമ്പോ എന്റെ മോള് നല്ലോണം ജീവിക്കുന്നത് കാണണം. അത്രേ ഉള്ളൂ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? കണ്ണടയ്ക്കലും ചുരുണ്ടുകൂടലും. അമ്മയുടെ ജീവിതം അങ്ങനെ ഒന്നും അവസാനിച്ചുകൂടാ. എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ കൂലി അമ്മയ്ക്ക് കിട്ടണം. അതെനിക്ക് തന്നെ വീട്ടണം. അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടം. അങ്ങനെ വലിയൊരു പ്രശ്നം ഒതുങ്ങി അമ്മൂമ്മേ. അമ്മൂമ്മ എപ്പോഴും പറയാറുള്ള പോലെ മൈഥിലി ആന്റി ജയിച്ചു. അവള് ജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സത്യം ജയിച്ചു എന്ന് പറയുന്നതാ. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഒരു കള്ളം പറഞ്ഞ് കുറച്ചുനാൾ ആളുകളെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ ആരെ കൊണ്ടും പറ്റും. പക്ഷേ അത് വെച്ച് ജയിക്കാൻ പറ്റില്ല. മൈഥിലിയുടെ ഉള്ളിൽ ഒരു നേരുണ്ട്. അത് ചുറ്റും നിൽക്കുന്ന ആർക്കും മനസ്സിലായില്ലെങ്കിലും ദൈവത്തിനറിയാം.
നമ്മുടെ ആളുകൾ എന്താ ചെയ്യുന്നത്? ആയുസ് മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും ദൈവം ഇടപെട്ടില്ല, ദൈവത്തിനെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞോണ്ട് നടക്കും. നമ്മൾ ചിന്തിക്കുന്ന നേരത്ത് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആളാണോ ദൈവം? ദൈവത്തിന് അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്ത് അത് കൃത്യമായിട്ട് വന്ന് പതിക്കുകയും ചെയ്യും. അല്ല, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നപ്പോ ലക്ഷ്മി അമ്മയ്ക്ക് എനർജി കൂടിയല്ലോ. പിന്നെ അല്ലാതെ, അവള് ജയിച്ചു എന്ന് പറഞ്ഞാ നമ്മളൊക്കെ ജയിക്കുന്നതിന് തുല്യമല്ലേ? പണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ സാരംഗ് ഇവിടെ വന്ന് കേറുവായിരുന്നു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട്. ഇതിപ്പോ ഒന്ന് ഫോൺ എടുത്തു വെച്ച് വിളിച്ചാലും അവൻ വരുമെന്ന് തോന്നുന്നില്ല. അതെന്തിനാ സാരംഗങ്ങളിനെ കാണുന്നേ? വേറൊന്നിനുമല്ല, അവനെന്തായാലും തോറ്റു നിൽക്കല്ലേ. വന്ന് കയറിയ അടുത്തിരിക്കും മോനെന്നൊന്ന് പറയണം. എന്നിട്ട് അടുത്തിരിക്കാന്ന് പറഞ്ഞാ എന്റെ കൈയെത്തുന്ന ദൂരത്താണല്ലോ. എന്നിട്ട് അവന്റെ മുഖം നോക്കി ഒന്ന് കൊടുക്കണം. അയ്യടാ, പിന്നല്ലാതെ സ്വന്തം മോളോടായി ക്രൂരത കാണിച്ചത്. അവനെ പോലുള്ളവർക്ക് അതെങ്കിലും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എന്നാ ലക്ഷ്മി അമ്മ ഉറപ്പിച്ചോ, എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞിട്ടാണേലും സാരംഗങ്ങളുടെ ഞാൻ മുത്തശ്ശിയുടെ മുമ്പിൽ കൊണ്ടുവരും. എനിക്ക് ലൈവായിട്ട് ആ അടിയൊന്ന് കാണണം, അതിനു വേണ്ടിയാ. പക്ഷെ എന്തായാലും ഒരു കാര്യമുണ്ട്, ഇത്തവണ സാരംഗങ്ങൾ തോറ്റുപോയത് ആനന്ദ് മഹേശ്വറിന്റെ മുമ്പിലാ. ആനന്ദ് മഹേശ്വർ ഡോക്ടർ മൈഥിലിയുടെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം സാരംഗങ്ങള് മൈഥിലി ആന്റിയെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. അത് തന്നെയാ നേരത്തെ ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ ഇടപെടല് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലാവില്ല. അത് ചിലപ്പോ ഒരാളിലൂടെ ആവാം, ഒരു സംഭവത്തിലൂടെയും ആവാം. ഇത് ദൈവത്തിന്റെ കളി തന്നെയാ മോളെ. അതില് സാരംഗിനെ പോലുള്ള അസുരന്മാർക്ക് ഒരു രക്ഷയുമില്ല. അവനിനി അനുഭവിക്കാൻ പോകുന്നതേ നീ നോക്കിക്കോ. ഇങ്ങനെയൊന്നും പറഞ്ഞാ പോരാ, കൈയെടുത്ത് നെറുകം തലയിൽ വെച്ചിട്ട് ശരിക്കൊന്ന് പറയും, അയാൾ അനുഭവിക്കട്ടെ എന്ന്. ഐ എം റിയലി സോറി അങ്കിൾ. ഒരിക്കൽ അങ്കിൾ എന്നോട് പറഞ്ഞില്ലേ എന്ത് ചെയ്തു ആ കുടുംബത്തെ ദ്രോഹിക്കണമെന്ന്? അതിന്റെ പേരിൽ അവിടെയുള്ള ആർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്ന്. അതാ ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തത്. അല്ലാതെ യാമയോട് എനിക്കൊന്നും. മായേൻ്റെയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മായാൻ്റെ പറഞ്ഞതും എന്ത് ചെയ്തു അങ്കിളിനെ ജയിപ്പിക്കണമെന്നാ. എന്നിട്ടും തോറ്റില്ലേ? എന്റെ സ്ഥാനം ഇപ്പൊ എന്താണെന്ന് അറിയോ? സ്വന്തം മകളെ ചതിച്ചതിന്റെ കൂടെ നിൽക്കുന്നവൻ, അതിന് കൂട്ടുനിന്നവൻ. അതിനുള്ള വിളിപ്പേരുകൾ എന്തൊക്കെയാണെന്ന് തനിക്കറിയോ? അങ്കിൾ എന്തിനാ ഇങ്ങനെ തളർന്നു പോകുന്നത്? എല്ലാം അവസാനിപ്പിച്ചോ? പറയാങ്കിൾ. അങ്കിൾ, നമ്മളൊരു ഗെയിം കളിച്ചു. അവര് നമ്മളെക്കാൾ നന്നായിട്ട് കളിച്ചു, അവര് ജയിച്ചു. അങ്കിൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലും ഞാനൊന്നും അവസാനിപ്പിക്കില്ല. അങ്കിളിന്റെ മുമ്പിൽ അവരെ മുട്ടുകുത്തിപ്പിച്ച് ഞാൻ അടങ്ങും. ഒന്നും അവസാനിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. എന്നാൽ പെട്ടെന്നൊന്നും ചെയ്യാനും പാടില്ല. മൈഥിലി, ആനന്ദ്, സേവിയർ, അവരുടെ ഒന്നും മുന്നിൽ തൽക്കാലം നിൽക്കാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. സോ നമുക്ക് അല്പം മാറി നിൽക്കാം. ഞാനത് അങ്കിളിനോട് പറയാനിരിക്കുകയായിരുന്നു. പുറത്തെവിടെയെങ്കിലും പോയി ഒന്ന് മൈൻഡ് ഫ്രഷ് ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. മാത്രമല്ല, ഇനിയിപ്പോ എനിക്കൊരു നിർബന്ധമുണ്ട്. ഇനി ഈ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന സാരംഗ് പഴയതുപോലല്ല. പണം കൊണ്ടും ബിസിനസ് കൊണ്ടും. അങ്ങനെ അല്ലാതെ പിടിച്ചു നിൽക്കാനാവില്ല. അറിയുഷോ, അങ്ങനൊരവസ്ഥയിൽ എന്നെ തിരിച്ചെത്തിക്കാമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? 100% ഉറപ്പ്. എങ്കിൽ ഈ കഴിഞ്ഞതൊക്കെ ഞാൻ മറക്കുന്നു. എനിക്കൊന്ന് വീട് വരെ പോണം. എന്തിന്? അവിടെ അങ്കിളിന്റെ അമ്മയില്ലേ? നാണം കെടുത്തും. വേറെ മാർഗമില്ല. പാസ്പോർട്ടും മറ്റും അവിടെ ഇരിക്കുകയാണ്. അതവിടെ നിന്ന് എടുക്കണം. എങ്കിൽ പോയിട്ട് വാ. പോകാം. എന്നിട്ടൊരു ദേശാടനം. യോഗ്യതയുണ്ടെന്ന് ഒരു തോന്നലില്ലാതെ പിന്നെ ഇനിയൊരു തിരിച്ചുവരവില്ല.
ഹലോ ഹലോ, ഞാൻ നിന്നെ വിളിക്കാതിരിക്കായിരുന്നു. എന്ത് ചെയ്യുന്നു? ഇത്രയും നേരം ആനന്ദങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പോയതേ ഉള്ളൂ. നിങ്ങളുടെ രക്ഷകനല്ലേ? ശരിക്കും അങ്കിളില്ലായിരുന്നെങ്കിൽ ഈ പ്രോബ്ലത്തിൽ നിന്ന് പുറത്ത് കടക്കുമായിരുന്നില്ല. ഓക്കെ, നീ ഫ്രീ ആയല്ലോ അല്ലേ? നിന്റെ മൈൻഡൊക്കെ ഓക്കെ അല്ലേ? ഓക്കെയാ. ഇനിയിപ്പോ മറ്റബദ്ധങ്ങളൊന്നും ചെയ്യില്ലാന്ന് തീരുമാനിച്ചിരിക്കുക. എന്ന് കരുതി നീ അങ്ങ് ഒരുപാട് റിസർവ് ആവുന്നു വേണ്ട. സാധാരണ കാര്യങ്ങളൊക്കെ അതുപോലെ അങ്ങ് നടന്നോട്ടെ. ഈ അജ്ഞാത സുഹൃത്ത്, അറിയാത്ത വഴിക്കുള്ള കത്തെഴുത്ത് തുടങ്ങിയ വഴിക്കുള്ള ആചാരങ്ങൾ അതൊന്നും വേണ്ട. നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. ഒരബദ്ധം ആർക്കും പറ്റും. പക്ഷേ ഇതൊരു കുഞ്ഞബദ്ധമായിരുന്നില്ലല്ലോ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു നീ കൈവിട്ടു പോകുമെന്ന്. എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അതങ്ങനെ ഒരാളെ പിടിച്ച് മുന്നിലിരുത്തിയിട്ട് നീ കൈവിട്ടു പോകുമെന്ന് എന്നെനിക്ക് പറയാൻ പറ്റുമോ? അതെ, നീ നാളെ ഇറങ്ങുന്നോ? നമുക്കൊന്ന് പുറത്തു പോവാം. ഒന്ന് ഫ്രീ ആവടോ. നാളെ വേണ്ട, അടുത്ത ദിവസം പോ. അതെന്താ? ഓ, മനസ്സിലായി. അമ്മയും മോളും കൂടെ അമ്പലത്തിൽ പോവുമായിരിക്കും അല്ലേ? സാധാരണ അങ്ങനെയാണല്ലോ. അമ്മയുടെ കുറെ വഴിപാടുകളൊക്കെ ഉണ്ടാവും അത് തീർക്കാൻ വേണ്ടി. അതൊന്നും അല്ല. നാളെ ഞങ്ങൾ എല്ലാരും ആനന്ദങ്ങളുടെ വീട്ടിലാ. അങ്കിളെ ക്ഷണിച്ചിരിക്കുക. ഓ, സന്തോഷം പങ്കുവയ്ക്കാനല്ലേ? നടക്കട്ടെ.